ഇപ്പോഴും ഇപ്പം ഉപ്പമാരുടെ ചിലര് അല്ലെങ്കിൽ ഹസ്ബൻഡുമാരുടെ ചിലര് ജീവിക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അവരെ ബുദ്ധിമുട്ടിക്കുക, നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? അതൊക്കെ ആ ഒരു ഇൻഡിപെൻഡൻസി, ആ ഒരു കോൺഫിഡൻസ്, അതുപോലെ നേരത്തെ നമ്മുടെ ട്രെയിനർ പറഞ്ഞതുപോലെ ലൈക്ക് എന്ത് വന്നാലും ഗിവപ്പ് എന്നുള്ളൊരു നോട്ട് ഗിവപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കാനൊക്കെ എനിക്ക് പറ്റിയത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. സാറിനറിയാം ഞാൻ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നുപോയ ആളാണെന്നത്. ആൻഡ് അതിനൊക്കെ ഞാൻ ഇപ്പോഴും സർവൈവ് ചെയ്ത് എവിടെ തോറ്റു കൊടുക്കാതെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള വലിയൊരു റീസൺ. അതിപ്പോൾ ഞാൻ അഞ്ചത്തെ നിസ്കാരത്തിൽ എന്റെ ദുആയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കൂടിയാണ്. എനിക്ക് എന്റെ ഉപ്പാനെ പോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സോ ആൻഡ് ഇപ്പൊ ഞാനൊരു എനിക്ക് തോന്നുന്നു 1 ഇയറോളം ഞാൻ പക്കാ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോ അതിന്റെ ഒരു 1 ഇയർ ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് എത്ര കാലം ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. നമ്മളൊക്കെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ഉള്ള കാലത്തോളം ഞാൻ ഉദ്ദേശിച്ച സാറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ എത്ര എനിക്ക് ഫുൾ ടൈം ആയിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ള സമയത്ത് എനിക്ക് എന്റെ മാക്സിമം കൊടുത്തിട്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ ശ്രമിക്കുള്ളൂ. ആൻഡ് അഷ്ടമിന് പറഞ്ഞതുപോലെ അക്കാഡമിയുടെ ഞാനിപ്പോ ഇന്ന് ഇവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ആലോചിച്ച കാര്യമാണ്. ലൈക്ക് കുറെ മുന്നത്തെ അക്കാഡമിയും ഇപ്പോഴത്തെ അക്കാഡമിയും തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വിസിബിൾ ആവും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സാറിന്റെ ട്രെയിനിങ്ങിന്റെ ടൈമിൽ ഞാൻ വിചാരിക്കാം അന്ന് നമ്മുടെ കമ്പനി ഒരു 3D ഡയമെൻഷനിലായിരുന്നല്ലോ നിന്നിരുന്നത്. ഒരു ഗ്രോത്തിലേക്ക് അങ്ങ് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ആ 3D ബ്രേക്ക് ചെയ്തിട്ട് 4Dയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തു. ട്രെയിനേഴ്സിനെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഡയറക്ടേഴ്സ് അവിടെ 4D ബ്രേക്ക് ചെയ്ത് 5 ഡയമെൻഷനിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരെത്രത്തോളം വിഷ്വലൈസ് ആയിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് വിസിബിൾ ആണ്. സോ എനിക്ക് എന്റെ ബാക്കിയുള്ള കൊളീഗ്സിനോട് പറയാനുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമുക്ക് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുകയൊന്നുമില്ല. മിസ്റ്റേക്കുകൾ നമ്മൾ എല്ലാവരുടെ വാക്ക് സപ്പോർട്ടും നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. സോ അത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക. മിസ്റ്റേക്ക് കണ്ടാലിപ്പം സീനിയോറിറ്റി ജൂനിയോറിറ്റി ഒന്നും ഇല്ലാതെ നമ്മൾ പരസ്പരം പറഞ്ഞ് ക്ലിയർ ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുക. നമുക്ക് മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റി പഠിക്കും. ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹാപ്പി ഇന്റർനാഷണൽ എന്നുള്ളത് ഈ ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. ഇഷ്ടത്തെ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലേ? കാരണം നമുക്ക് പഠിക്കുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ അത് മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എത്രത്തോളം നമുക്ക് ചേഞ്ച് ഉണ്ടാകുന്ന ഇപ്പോൾ സാറിന്റെ കൂടെ ആദ്യം തൊട്ട് നിന്നവർക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവും. സോ നമുക്ക് നമ്മുടെ 100% കൊടുത്തുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ ജേർണിയിൽ സാറും നമുക്കും മൂവ് ചെയ്യാം. എടുക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പോയിട്ടുള്ളത്. അവിടെ ആദ്യമൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ആ പരിചയം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ടീച്ചേഴ്സും ബാക്കിയുള്ളവർ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റും കാര്യങ്ങളിലാണ്. പിന്നീട് ടീച്ചേഴ്സ് ഞാൻ വരാത്ത ദിവസങ്ങളിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് വരുന്നില്ല അങ്ങനെയൊരു ടോപ്പിക് നടന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം അവർ എന്നവർക്ക് ആവശ്യമെന്ന് തോന്നിയപ്പോൾ അതെന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുകൂടാതെ വേറെ ജെറിക്ക് അതേപോലെ തന്നെ ഡ്രസ് അതുപോലെ ഒരുപാട് സ്കൂളുകളിലേക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി ഇപ്പോൾ ഞാനിത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഇതിൽ നിന്ന് എനിക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, ഈ ഒരു കമ്പനി എന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ എയിം എന്ന് പറയുന്നത്. അത് ഞാൻ എന്റെ മാക്സിമം ഹാർഡ് വർക്കല്ല സോഫ്റ്റ് വർക്ക് ചെയ്യുമെന്നും എല്ലാവരും നമുക്ക് കൂടെ നിന്ന് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യാമെന്നും ആശംസിക്കുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ നമുക്ക് കിട്ടുന്ന അവിടെ കിട്ടുന്ന ഫെസിലിറ്റി ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു സ്കൂളിലേക്ക് നമുക്ക് പോകും, ആ സ്കൂളിൽ മാക്സിമം നമ്മൾ ആ സ്കൂളിൽ നമുക്ക്